പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡ്യൂറൻ കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്നാം മത്സരം കളിക്കാനായി ഇറങ്ങുകയാണ്. എതിരാളികൾ CISF എന്ന് പറയുന്ന ഒരു ടീമാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാനായി ഇറങ്ങുകയാണ്. ഇന്ന് വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാം. എന്തായാലും എല്ലാ കണ്ണുകളും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആ മൂന്ന് കോംബോയിലേക്ക് വെക്കുകയാണ്. ആ മൂന്ന് താരങ്ങൾ ലൂണ, നോവ ആൻഡ് പെപ്ര. എന്തായാലും നമുക്ക് ആ കോംബോയിൽ പ്രതീക്ഷിക്കാം. ആ ത്രിമൂർത്തികൾ ബ്ലാസ്റ്റേഴ്സിനെ കരകയറ്റും, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഫ്രീ ആയി തന്നെ മൊബൈലിൽ കാണാമെന്നത് ആരാധകർ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും അത് നമുക്ക് TV-യിൽ എങ്ങനെ കാണാമെന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ISL അപ്ഡേറ്റ്സിനുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മത്സരം നമുക്ക് TV-യിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമുക്ക് സോണി സ്പോർട്സ് നെറ്റ്വർക്കിലൂടെ കാണാനായിട്ട് സാധിക്കും. സോണി സ്പോർട്സ് 2-ലാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമൻട്രിയോട് കൂടി തന്നെ ഈ മത്സരം കാണാനായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങൾ ഹിന്ദിയാണ് കാണാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ സോണി സ്പോർട്സ് 3-ൽ നിങ്ങൾക്ക് ഡ്യൂറൻ കപ്പിൻ്റെ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇനി മൊബൈലിലേക്ക് എത്തുമ്പോൾ സോണി സ്പോർട്സിൻ്റെ ആപ്പായ സോണി ലൈവിലൂടെ നമുക്ക് മത്സരം വീക്ഷിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അത് നമ്മൾ പേയ്മെൻറ്റ് 1 മാസത്തേക്ക് അടച്ചാൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ചില ആരാധകർക്കൊക്കെ അത് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയി തന്നെ ഒരു ആപ്പിലൂടെ ഇപ്പോൾ ഡ്യൂറൻ കപ്പിൻ്റെ മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കും. ആ ആപ്പ് ഏതാണെന്ന് വെച്ചാൽ ജിയോ TV എന്ന് പറയുന്ന ആപ്പാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഡ്യൂറൻ കപ്പിൻ്റെ മത്സരങ്ങൾ കാണാൻ കഴിയുന്ന ആപ്പായിട്ട് ഇപ്പോൾ നിലവിലുള്ളത്. ജിയോ സിം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഇത് ലഭിക്കുക. മറ്റ് സിമ്മുകളായ BSNL, അതുപോലെ തന്നെ VI, അതുപോലെ തന്നെ എയർടെൽ എന്നിവയൊക്കെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇത് ലഭിക്കില്ല. എന്തായാലും ജിയോ സിം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ, ബ്ലാസ്റ്റേഴ്സ് സോക്കർ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ജിയോ TV ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കുന്നതുമാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനലിൽ മുന്നേറുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു വിജയം തന്നെ ഇന്ന് നേരട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം.